ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നാളത്തെ വിശേഷത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ പ്രമോയെ അടിസ്ഥാനമാക്കിയല്ല, അത് ജനറൽ പ്രമോയാണ്. അപ്പം നാളെ ആ ഒരു ഭാഗമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടേ ആ ഒരു ഭാഗത്തിന്റെ ആ ഒരു തുടക്കത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പൊ ഇനിയിപ്പോ നാളെ കാണിക്കാൻ പോകുന്ന പ്രധാന ഭാഗം എന്ന് പറഞ്ഞാലോ, ഉറക്കം നഷ്ടപ്പെട്ട് കിടക്കുന്ന അഭി വല്ലാതെ വിയർക്കുകയാണ് കേട്ടോ. അഭിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇനിയിപ്പോ എന്തായി തീരുന്നറിയില്ല. ഒരു കുഞ്ഞിവിടെ പ്രസവിച്ച പോലുമില്ല. ഒരു കുഞ്ഞിവിടെ നമ്മുടെ നവ്യയുടെ വയറ്റിൽ ജന്മമെടുത്തപ്പോൾ തന്നെ സമാധാനം പോയിരുന്നു. അപ്പോഴാണ് ജീവിച്ചിരിക്കുന്ന തൻ്റെ രക്തത്തിലുള്ള കുഞ്ഞു വരാൻ പോകുക എന്ന് കേൾക്കുന്നത് നമ്മുടെ അഭിക്കുണ്ടാകുന്ന വെപ്രാളവും പരവേശവും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ആള് വരികയും അഭിക്ക് വേറൊരു കുഞ്ഞുണ്ട് എന്ന് അറിയുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഞെട്ടല ഷോക്ക്, അത് നവ്യയെ എന്തുമാത്രം ബാധിക്കും. കാരണം നവ്യാണ് ഒരേ ഒരു അവകാശി എന്ന് ഓർത്തിരിക്കുന്ന നമ്മുടെ നവ്യക്കും അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. നവ്യയും അത് ഉറപ്പായ ഒരു കേസ് തന്നെയാണ്. കാരണം ജനിക്കാൻ പോകുന്ന കുഞ്ഞും ജനിച്ച കുഞ്ഞും ഒക്കെ ആയിട്ട് നമ്മുടെ അഭി ആകെപ്പാടെ ഓട്ട തൊട്ടിയിൽ വെള്ളം കോരേണ്ടി വരുന്നൊരവസ്ഥ. അങ്ങനെ അഭി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കണ കണ്ടിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അഭിക്ക് പറ്റിയത്? നീ എന്താ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുന്നത്? നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹേയ് ഒന്നുമില്ല, വല്ലാത്തൊരു പരവേശവും എന്തോ വല്ലാത്ത ചൂടൊക്കെ തോന്നുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് ചൂട് തോന്നാൻ മാത്രം ഇതെന്താ, ഇവിടെ AC റൂമാണല്ലോ, പിന്നെ നിനക്ക് എന്താ ഇതിന് ചൂട് തോന്നുക? കൂട്ടിയിടണമെങ്കിൽ കൂട്ടിയിടാം, എനിക്ക് ചൂട് തോന്നുന്നത് ഇപ്പം നിനക്കെന്താ, നീ കിടന്നുറങ്ങാൻ നോക്ക് നവ്യെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അല്ലെങ്കിലും നിനക്ക് ചൂട് കൂടുന്നത് കൊണ്ടോ നിനക്ക് തണുപ്പാവുന്നത് കൊണ്ടോ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കിടന്നുറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യ എന്ത് ചെയ്തു, തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ് കേട്ടോ. ഇതേസമയം പിന്നെ കാണിക്കുന്നത് നേരം പരപരാ വെളുത്തു. നേരം പരപരാ വെളുത്തിട്ടും നമ്മുടെ അഭിയുടെ പരവേശവും വെപ്രാളവും വേർപ്പും ഒന്നും മാറിയിട്ടില്ല. നമ്മുടെ അഭി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോഴത്തേക്കുമാണ് ജലജ വന്നത്. ജലജ വന്നിട്ട് എന്ത് പറ്റി മോനെ, നിനക്ക് എന്താ പറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. കാരണം പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാകും ആകെപ്പാടെ എന്തൊക്കെയോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ ജലജയോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? ജലജയ്ക്ക് അറിയില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പൊ ജലജയോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇല്ലില്ല, നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്താണെങ്കിലും നീ തുറന്നു പറ. എന്തെങ്കിലും കുലുമാല് കേസ് വല്ലതും ആണോ? ഇനി വല്ല പെണ്ണുങ്ങളും തിരക്ക് ഇങ്ങോട്ട് വരുമോ നിന്നെ എന്ന് തന്നെ ചോദിച്ചോട്ടെ. ജലജയ്ക്ക് അറിയാലോ അഭിയുടെ സ്വഭാവം എന്താണെന്ന്. അപ്പം പറഞ്ഞു, അമ്മയെ ഒരു പെണ്ണുങ്ങളും തിരക്കി എന്നെ ഇങ്ങോട്ടേക്ക് വരില്ല, അമ്മ എന്നെ ഒന്ന് വെറുതെ വിട്, ആകെപ്പാട് ഞാൻ ടെൻഷൻ അടിച്ച് നടക്കാം. ഈ ടെൻഷൻ എന്താണെന്നാ ചോദിച്ചത്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു കാരണം കാണുമല്ലോ. അത് ഈ അമ്മയോട് പറയാൻ പറ്റാത്ത കാരണമാണെങ്കിൽ പെണ്ണ് കേസ് തന്നെ ആയിരിക്കും എൻ്റെ പൊന്നുമോന്. ഒരു പെണ്ണ് തലയിൽ കയറിയിട്ട് അതിനെ ഇറക്കി വെക്കാൻ പെടുന്ന പാടെന്താണെന്ന് നിനക്കറിയാലോ. ഇപ്പൊ ഒരു കുഞ്ഞുങ്കൊനെ ജനിക്കാൻ പോവാ, അതുപോലെ വല്ല കേസും ആണെങ്കിൽ എൻ്റെ പൊന്നുമോനെ നീ ഈ വീടിന്റെ പടി ഇറങ്ങിയിട്ട് മതി കേട്ടോ. അല്ലാതെ ഇവിടെ വെച്ച് നീ ഇതുപോലെയുള്ള കേസൊന്നും ഉണ്ടാക്കി എടുക്കരുത് എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട്. ഈ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഭി വല്ലാത്തൊരവസ്ഥയിൽ പിന്നെ പോവാണ് കേട്ടോ. ഇതേ സമയം പിന്നെ നമ്മുടെ ദേവയാനി ഒളിച്ചും പാത്തും പതുങ്ങിയും ഒക്കെ നയനയെ സ്നേഹിക്കാൻ വേണ്ടി പോവുകയാണ്. രാവിലെ നയനയെ കാണാൻ വേണ്ടി റൂമിലേക്ക് പോകുന്നു. പെട്ടെന്ന് റൂമിലേക്ക് ചെന്ന് റൂം അടച്ചിട്ട് നേരെ നമ്മുടെ നയനയുടെ അടുത്ത് കയറുന്നു. എന്നിട്ട് ഒരു കോഫിയൊക്കെ കൊണ്ട് കൊടുക്കാണ്. കോഫിയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, അതെ നമുക്കൊരു സ്ഥലം വരെ പോകണം കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞു. എവിടെയമ്മേ? അത് പിന്നെ എവിടെയാണെന്നൊക്കെ ഞാൻ പറയാം, എനിക്ക് ഒരുപാട് നേർച്ചകളുണ്ട് മോളെ. നേർച്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഒരുപാട് അമ്പലത്തിൽ ഞാൻ നേർന്നിരുന്നു. ഏതായാലും ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. നമ്മൾ രണ്ടും സത്യങ്ങളൊക്കെ അറിഞ്ഞു, നമ്മൾ രണ്ടും സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? ഇനി ആ നേർച്ചയൊക്കെ അങ്ങ് അതേപടി നടത്തണം. അതുപോലെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല, അവിടുത്തെ തിരുമേനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചു എന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് വിവരം അറിയണ്ട. അപ്പൊ ഞാൻ ഒരു മുത്തിയമ്മ ക്ഷേത്രത്തിൽ ആണ് നമുക്ക് പോകാനുള്ളത്. അതൊരു കാട്ടിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെ കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ട്. നല്ല വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു മുത്തിയമ്മ ക്ഷേത്രമാണത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനിപ്പോൾ എന്താമ്മേ പോകാം, പക്ഷെ ഇവിടുന്ന് നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ലല്ലോ. മോളെ ഏതായാലും ഒരു കാര്യം ചെയ്യുക, ഓഫീസിൽ പോവാന്നും പറഞ്ഞ് പോകൂലോ എന്നും. എന്നിട്ട് ഓഫീസിൽ നിന്ന് മോള് വാ. അപ്പൊ ഞാൻ ആദർശേട്ടനോട് എന്ത് പറയും? ആദർശേട്ടൻ എവിടെ പോവാന്ന് ചോദിച്ചാല്, കള്ളം പറയാനാണോ ഇല്ലാത്തത്? അമ്മയ്ക്ക് കള്ളം പറയാൻ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. അമ്മ കള്ളം പറഞ്ഞാണല്ലോ ഇത്രയും നാൾ പിടിച്ചു നിന്നത്. പിന്നെ നീയും നിന്റെ കെട്ടിയോന്റെ അച്ഛനും ഇവിടുത്തെ മുത്തശ്ശനൊക്കെ പിന്നെ കള്ളം പറയാതെ നടക്കുമായിരുന്നല്ലോ. എല്ലാവരും എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചതല്ലേ, ഞാനല്ലേടി ഇത് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞപ്പോ
ഓഹോ, ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാൻ എന്ത് കള്ളാ പറയേണ്ടത്, ആ വായിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് മൊഴിഞ്ഞാലും എന്നിങ്ങനെ പറഞ്ഞപ്പം അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിൽ പോകാനുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് ഡിസൈനിന്റെ ആവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടെന്നോ, പേപ്പർ മേടിക്കാനുണ്ടെന്നോ, പെൻസിൽ മേടിക്കാനുണ്ടെന്നോ, വരയ്ക്കാനുള്ള എന്തെങ്കിലും മേടിക്കാനുണ്ടെന്നോ ഒക്കെ പറ. അതൊക്കെ എപ്പോഴും നമ്മുടെ ജ്വല്ലറിയിൽ സ്ഥിരമായിട്ട് വെച്ചേക്കുന്ന സംഭവങ്ങളാണല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ പൊന്നു കൂപ്പ് പെങ്കൊച്ച, നീ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരണം. എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ ഒന്ന് പോകണം, ചുറ്റിക്കറങ്ങണം, ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്താ പറയാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ ഇരിക്കണ്ടേ. ഈ വീട്ടിലാണെങ്കിൽ ഇതിനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു തീരുന്നില്ല. അതിനു മുമ്പ് നമ്മുടെ ആദർശ് വരികയാണ്. അപ്പൊ ആദർശ് വരുന്നത് കണ്ടത് പെട്ടെന്ന് നമ്മുടെ ദേവയാനി കയറി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഒളിച്ചിരിക്കുന്നു. ഈ ഒരു സമയത്താകട്ടെ നമ്മുടെ ആദർശ് നയനോട് പെട്ടെന്ന് ഒരുങ്ങ് ബാ നമുക്ക് പോകാന്നൊക്കെ പറയുന്ന ഒരു സമയമാണ്. അപ്പോഴത്തേക്ക് ആദർശേട്ടാ ഇപ്പോൾ ഒരുങ്ങ, ആദർശേട്ടൻ പൊക്കോ, ഞാൻ വരാൻ പുറകെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ മാറ്റി വിടണ്ടേ നമ്മുടെ ആദർശിനെ. അങ്ങനെ അവിടെ രക്ഷപ്പെടുകയാണ്. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ജാനകി ആണെങ്കിൽ അനാമിക മോളുടെ എന്താ പറയുക, കണ്ണീരും കൈയും ഒക്കെ കണ്ട് പുറകെ സോപ്പിട്ട് നടക്കുകയാണ്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ഇനി ഇവിടെ നിൽക്കണത്, അതിന്റെ കാര്യമില്ല. പിന്നെ എൻ്റെ അമ്മായിയമ്മേനെ ഓർത്ത് മാത്രം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വല്യമ്മയ്ക്ക് പോലും ഇപ്പൊ എന്നോട് സ്നേഹമില്ല. അത് നോക്ക് തോന്നുന്ന വല്യമ്മയ്ക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്നേ. വല്യമ്മയാകെ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അറിയാലോ, ആദർശന് നയനാന്ന് വെച്ചാൽ ജീവന. അവളെ എങ്ങനെയോ അവനെ വശീകരിച്ചെടുത്തതാ. മോളൊരു കാര്യം ചെയ്യ, അങ്ങനെ വല്ല വശീകരണ മന്ത്രം ഉണ്ടെങ്കിലേ മോളൊന്ന് അങ്ങനെ വല്ലതും ചെയ്ത് നോക്കി. നമുക്ക് അനീനെ ഒന്ന് വശീകരിച്ചെടുക്കാന്. അനീനെ വശീകരിച്ചെടുക്കാന് എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് മന്ത്രങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ആ വശീകരണ മന്ത്രത്തിൽ വീഴുന്ന ഒരാളൊന്നും അല്ല അമ്മയുടെ മോന്. അമ്മയുടെ മോന്റെ മനസ്സിലെ വേറൊരാൾ കയറി കൂടികൊണ്ടിരിക്കല്ലേ. പിന്നെ എങ്ങനെയാ ആ വശീകരണ മന്ത്രമൊക്കെ കേൾക്കണത്? അമ്മ പോകുന്നു. ഈ ആദർശേട്ടൻ്റെ മനസ്സിൽ വേറെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നയനയുടെ വശീകരണ മന്ത്രം ആദർശേട്ടനെ ഏറ്റത്. പക്ഷേ ഈ മനസ്സിൽ കയറിയിരിക്കുന്ന ആരാ നമുക്ക് അറിയാലോ. ആ മുട്ടച്ചി ഉള്ളിടത്തോളം കാലം ഇനി എനിക്ക് ആ മനസ്സിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ എന്തിനാ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ സമയം കളയുന്നത്? വീട്ടിൽ പോയാലൊന്ന് ഞാൻ ചിന്തിക്കുക. ഇനിയിപ്പം വല്ല ഡിവോഴ്സിനും. അയ്യോ മോളെന്താ ഈ പറയുന്നത്? ഡിവോഴ്സോ? അയ്യോ ഒരിക്കലും അതൊന്നും പാടില്ല. ഹേയ്, ഈ കുടുംബത്തിൽ അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല. ഈ കുടുംബത്തിൽ അങ്ങനെ ഒരു ചരിത്രം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം കളയേണ്ട കാര്യമുണ്ടോ അമ്മേ? ഞാൻ ഉള്ള കാലം മുഴുവൻ അനിയുടെ പുറകെ ഇങ്ങനെ നടക്കണം എന്നാണോ അമ്മ പറയുന്നത്? മോള് സമാധാനമായിട്ടിരിക്കുക. നിന്റെ വല്യമ്മ വാക്ക് പറഞ്ഞതാ, ഒരിക്കലും നന്ദു എന്ന് പറയുന്ന അവള് ഇവിടെ അനിയുടെ ഭാര്യയായിട്ട് കാല് കുത്തൂലെന്ന്. അത് ഉറപ്പായ കാര്യം തന്നെയാണ്. ഇനിയിപ്പം നന്ദുവിന് ജോലിയൊക്കെ ആയില്ലേ, അവളുടെ വിവാഹമൊക്കെ ആരെ കൊണ്ടെങ്കിലും ഒക്കെ ആദർശ് നടത്തിപ്പിക്കും. കാരണം ഇപ്പൊ ആദർശിന് ഭയങ്കര മമതയാണല്ലോ അവളുടെ കുടുംബത്തോട്. അപ്പൊ അതുകൊണ്ട് തന്നെ മോൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമികനെ പിടിച്ചു നിർത്തുകയാണ്. ജാനകിക്ക് തന്നെയാണ് ജാനകി കുഴി തോണ്ടുന്നതെന്ന് ജാനകിക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ ജാനകിക്കൊക്കെ 8ന്റെ പണി ഇനി പുറകെ കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ അപ്കമിങ് വിശേഷം ഇടുന്ന ചാനലിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞുപോയ എപ്പിസോഡുകളാണ്, അതായത് അപ്കമിങ് എപ്പിസോഡ് നമ്മളൊരു ചാനലിൽ പറയുന്നുണ്ട് റിയൽ സ്റ്റോറിക്കകത്ത്. അപ്പം അതിൽ ഞാനതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 8ന്റെ പണി നമ്മുടെ ജാനകിക്കിട്ട് കിട്ടിക്കഴിഞ്ഞു. അത് ഇപ്പോൾ ഒരുപാട് മുന്നോട്ടേക്ക് പോയ കഥയാണ് നമ്മൾ അവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജാനകിക്ക് തന്നെ കുഴി തോണ്ട എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജാനകി ഇപ്പം അനാമികയെ സോപ്പിട്ട് അവിടെ പിടിച്ചു നിർത്തുന്നത്. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭീനെ കാണാൻ വേണ്ടി മറ്റേ പെണ്ണ് വരുന്നുണ്ട് കേട്ടോ. ഏതായാലും ആ പെണ്ണും കുട്ടിയും കൂടെ നമ്മുടെ അഭീനയും കൊണ്ട് പോകത്തുള്ളൂ. ആ പെണ്ണിനാണെങ്കിൽ അവിടെ എന്തോ സാമ്പത്തികമായിട്ട് കുറച്ച് ഇടിവുകളൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് കൊച്ചിന്റെ ഭാവിയും ഭൂതവും ഒക്കെ ഇനിയിപ്പം നടക്കണമെങ്കിൽ നമ്മുടെ അഭിയുടെ കാല് തന്നെ പിടിക്കണം. അഭി തന്നെ വേണം. കൊച്ചിന്റെ അച്ഛൻ അഭിയാണല്ലോ, അപ്പൊ അഭി തന്നെ വേണം. അതുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നതാണ്. അത് മാത്രമല്ല, നവ്യയെ വിവാഹം കഴിച്ച കാര്യം ആ പെൺകുട്ടി അറിയുകയും ചെയ്തു. നവ്യ ഗർഭിണിയാണെന്ന് അറിയുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഈ ഒരു സത്യം പറഞ്ഞില്ല എങ്കിൽ നവ്യക്ക് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നില്ല എങ്കിൽ നമ്മുടെ ഈ ഒരു പെൺകുട്ടിയുടെയും ആ കുഞ്ഞിൻ്റെയും ആ ഒരു സ്ഥാനം നഷ്ടപ്പെടും. അവൾക്കൊന്നും കിട്ടില്ല. അവളുടെ കൊച്ചിന് എന്തെങ്കിലും നഷ്ടപരിഹാരം വേണമെന്നാട്ടോ അവൾ ആവശ്യപ്പെടുന്നത്. ആ കുട്ടിക്ക് ഭാവി കാലത്തേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ശല്യം ചെയ്യാൻ വരില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ അഭിയുടെ കയ്യിൽ എന്തെങ്കിലും കൂറയുണ്ടോ കൊടുക്കാൻ? ഒരു കൂറയും ഇല്ല കൊടുക്കാൻ. ഏതായാലും ഇതൊക്കെ കൂർത്ത് വെക്കിക്കൊണ്ട് നാളെ ഒരു അടിപൊളി വിശേഷമാണ് വരാൻ പോകുന്നത്. നമ്മുടെ നയനയും അതുപോലെ തന്നെ ദേവയാനിയും കൂടെ കാട്ടിലേക്ക് പോയിട്ടുണ്ട്. കനകദുർഗ കണ്ടുപിടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഭയങ്കര രസമാണ് കേട്ടോ നമ്മുടെ കഥ പിന്നെയും കാണാനായിട്ട്. അപ്പം നാളത്തെ കഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിലങ്ങ് പോവുകയുള്ളൂ. മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ കനകദുർഗ കണ്ടുപിടിക്കും. ഏതായാലും കനകദുർഗ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് ഒരു 1.5 വരവ് വരികയും
ഇനി നമ്മൾ നയനയെയും ദേവയാനിയെയും വെള്ളം കുടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത്. നമ്മളിന്ന് രാവിലെ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് കൂടുതലായിരുന്നേ. അപ്പം അതുകൊണ്ട് എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എണീറ്റാലും ഇതിൻ്റെ വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് പറയുവാനുള്ളൊരു ശക്തി പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. കിടപ്പായിരുന്നു ഇന്ന് ഫുള്ള്. ഇപ്പം ഗുളികയൊക്കെ കഴിച്ചൊന്ന് ഇതായി വന്നതേ ഉള്ളൂ. മെഡിസിൻ എടുക്കുമ്പോൾ കുഴപ്പമില്ല, അതിൻ്റെ ഡോസ് അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മളത് തളർന്നങ്ങ് പോകും. അപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട്, ഇത് കണ്ടോ, നമുക്ക് ഈ ഒരു മുണ്ടിനീരുള്ളത് കൊണ്ട് ഒരു 3-4 ദിവസത്തേനെങ്കിലും പനി ഇങ്ങനെ വിട്ടു മാറിയൊക്കെ നിൽക്കും. വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, മെഡിസിൻ എടുക്കുക, അത്രമാത്രമേ ഉള്ളൂ. വേറെ അത് പനിച്ച് തന്നെ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ രാവിലെ വീഡിയോസ് ഇടാതിരുന്നത്. നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയും ഇട്ടില്ല, അതുപോലെ രേവതിയുടെ സച്ചിയുടെയും കഥയും ഇട്ടിട്ടില്ല. പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി എന്ന് പറയുന്ന ചാനലിൽ 2 ദിവസമായി നമ്മുടെ വീഡിയോസ് ഇട്ടിട്ട്. എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ ഒരു അസുഖം വന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ ജോലിയും അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യും. പക്ഷെ ഇതിപ്പോൾ നമുക്ക് എണീറ്റിരിക്കാനുള്ളൊരു ശേഷി ഇല്ലാത്തപ്പം പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ചെയ്യാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം, സഹകരിച്ചേക്കണം. അപ്പം നാളെ രാവിലെ ഏതായാലും നമ്മൾ വീഡിയോ ഇടുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ കിടക്കുന്നത്. നാളെ ഏതായാലും ഇടാൻ പറ്റുമായിരിക്കാം, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ നാളെ ഇനി തളർന്നു പോകുമെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം അതുപോലെ ശരീരത്തിനൊക്കെ ഭയങ്കര വേദനയാണ്. പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ശരീരം അങ്ങോട്ട് തളർന്നു പോയി, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പം നാളെ നമുക്ക് ചെയ്യാം. എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ, പെട്ടെന്നൊന്ന് അസുഖമൊക്കെ കുറയാനായിട്ട്. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.